ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള ഭജനം, ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങള്, ഋഷീശ്വരന്മാരുടെ അഭൗമമായിട്ടുള്ള ആ തപസ്സിന്റെ ഒക്കെ ഫലം കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇതുപോലെ ഒത്തുകൂടുവാനും ഈശ്വര വിചാരം ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നുവെങ്കിൽ അവരുടെ ഒക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് എല്ലാവരെയും അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്, എല്ലാ അവസ്ഥകളെയും ഒരേപോലെ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മളുടെ ഉള്ളിൽ ധാരാളം ശരി തെറ്റുകളൊക്കെ ഉണ്ടാവും. ഈ ശരി തെറ്റുകള്, നമ്മളുടെ ഉള്ളിലുള്ള ശരി തെറ്റുകൾ വെച്ചാണ് നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഏത് അവസ്ഥകളായാലും ആളുകളായാലും ഒക്കെ നമ്മളുടെ ബുദ്ധിക്ക് അനുസരിച്ച് കാണുകയാണ് അവിടെ. പ്രപഞ്ചത്തിൽ ഒരു മണൽത്തരി പോലും അത് ഈശ്വരന്റെ സൃഷ്ടിയാണെങ്കിൽ ഒരു ഭാഗത്ത് നമ്മൾ ഈശ്വരനെ എല്ലാം കഴിഞ്ഞ് സറണ്ടർ ചെയ്തുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ എന്തേ ഈ മണൽത്തരിയെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെയാണ് പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള സകല ചരാചരങ്ങളിലും സകലതിലും ഈശ്വരനുണ്ട് എങ്കിൽ എവിടെയാണ് നമുക്ക് മാറ്റി നിർത്താനുള്ളത്? ഒന്നിനെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. മറ്റത് പൂർണ്ണമായിട്ടും നമുക്ക് യുക്തിപരമായിട്ട് നമുക്ക് യോജിക്കാൻ സാധിക്കുകയില്ല. എല്ലായിടങ്ങളിലും എല്ലാത്തിൻ്റെയും ഉറവിടം ഈശ്വരനാണെന്ന് നമ്മളൊക്കെ ഘോരം നമ്മൾ പ്രസംഗിച്ചിട്ട് ചിലതിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുന്നു. ചിലതിനോട് പുച്ഛം, ചിലതിനോട് സ്നേഹം, ചിലതിനോട് പരിഹാസം. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതാണ് ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ഭക്തന്റെ ലക്ഷണം. അതാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ അപ്പോഴും അവിടെ ഈ നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഷ അവിടെ വരുന്നത് അല്ലെ, സ്വാർത്ഥത അവിടെ വന്നു കയറുകയാണ്. ഈ സ്വാർത്ഥത കൊണ്ടാണ് നമുക്ക് പലതും നല്ലതും ചീത്തയായിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മളുടേതായിട്ടുള്ള അനുമാനങ്ങളിലൂടെ നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആ അവസ്ഥയെ മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അത്രയും നിവൃത്തിയുള്ളതോടെ പലതും നിയമപരമല്ലാതെയും നിയമപരമായിട്ടും ഒക്കെ പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മളുടെ മുമ്പിൽ വന്ന് ഇടപെട്ടാലും അതിനെ നമുക്ക് എങ്ങനെ നിയമപരമാക്കാൻ സാധിക്കും ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. അവിടെ ആ രീതിയിൽ ചിന്തിക്കുക. അപ്പൊ മനസ്സിനെ നമുക്ക് വേണ്ട പോലെ സന്തോഷിപ്പിക്കാൻ സാധിക്കും അവിടെ. അല്ലാതെ നമുക്കൊരിക്കലും ഒന്നും പൂർണ്ണമായിട്ടും നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് കലികാലത്ത് ഒരു നാമം ജപിച്ചാൽ ജയിലിലിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ അതെ, അതുപോലും നമ്മൾ പണ്ടൊക്കെ ഇനി നാമം ജപിക്കാൻ പോലും പറ്റാതെ വരുമോ ഈശ്വര എന്നൊക്കെ പണ്ട് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ട പോലെ അല്ലെ നമുക്കത് സാധൂകരിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അതുപോലും അതിന് പോലും നമുക്ക് തടസ്സങ്ങള് ധാരാളം ഉണ്ടാവും അവിടെ. അപ്പം നമുക്ക് ആരെയും മറ്റുള്ളതിനെ ഒന്നിനെയും യുക്തി ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് ഒന്നിനെയും നമുക്ക് തള്ളാൻ നമുക്ക് പറ്റില്ല എന്നർത്ഥം. എന്ത് സാഹചര്യങ്ങളെയും നേരിട്ടുകൊണ്ട് ആ നേരിടുന്നത് എങ്ങനെയായിരിക്കണം? നേരിടുന്നത് എപ്പോഴും നമ്മളുടെ മനോഭാവത്തെ, നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത രീതിയിലേക്ക് നമുക്ക് ആ അന്തരീക്ഷത്തെ, ആ അവസ്ഥയെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ സ്വീകരിക്കുക. അല്ലാതെ നമുക്ക് അതിനെ പ്രതികരിക്കുവാനോ ഒന്നും നമുക്ക് അവകാശമില്ല. എന്തേ അവകാശമില്ല എന്ന് പറയാൻ കാരണം നമ്മൾ പോലും ഭഗവാന്റെ ഒരു ദാസനായിക്കൊണ്ട് നമ്മളെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊന്നിനെ എങ്ങനെ നേരെയാക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഈ ഗുരുക്കന്മാരൊന്നും
ഞാൻ പൂർണ്ണമായിട്ടും ഈ എന്താണ് പറയണ്ടേ, ഈ പറഞ്ഞതായിട്ടുള്ള ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ശരീരം സ്വീകരിച്ചവരെ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ടും ഗുരുനാഥൻ ആയിട്ട് കാണാൻ സാധിക്കില്ല. അതൊക്കെ മാധ്യമങ്ങൾ മാത്രമാണ് അവിടെ. ഗുരുനാഥൻ അത് ഈശ്വരന് മാത്രം അല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല. നമ്മളിൽ നിന്ന് അന്യമായിക്കൊണ്ട് ഒരു വിശേഷം ഉള്ളവരെയല്ലേ നമുക്ക് ഗുരുനാഥനായിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് മറ്റതൊക്കെ എന്താണ്? ഉപാധികൾ മാത്രമാണ്. ഉപാധികള് ഉപാധികളെ വേണ്ട പോലെ ഉപയോഗിക്കണം. പക്ഷേ ആ ഉപാധിയാണ് ശാശ്വതമായിട്ടുള്ളൊരു ആനന്ദം എന്നുള്ളത് നമ്മൾ ഒരിക്കലും അത് മനസ്സിലാക്കാൻ സാധിക്കരുത് എന്ന് പറയാം. അപ്പം എന്ത് സാഹചര്യങ്ങളെയും ഞങ്ങൾക്ക് നേരിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു മനോഭാവം നമുക്ക് ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഇപ്പൊ ചിലതൊക്കെ നമുക്ക് നമ്മളുടെ നിയമത്തിൽ നിന്നും ഒക്കെ മാറിയതുകൊണ്ടാണ് പലതും കാണുന്നതെങ്കിൽ അതൊന്നും ശരിയല്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാം. പക്ഷേ നമുക്ക് ഏത് രീതിയിൽ അതിനെ നിയമവശത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരിക. അത്രേ ഉള്ളൂ അവിടെ. ഭഗവാൻ ഒന്ന് പലതും ഭഗവാൻ പലരെ കൊണ്ട് ജയിക്കുന്നുണ്ട് എങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്നുള്ള രീതിയിൽ നമുക്കതിനെ വെറുക്കാത്ത രീതിയിൽ, നമുക്ക് ഒന്നിനെയും എന്താണ് വെറുപ്പിക്കാത്ത രീതിയിൽ നമ്മളുടെ മനസ്സിനെ ചേർത്ത് പിടിക്കുവാനും നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാനും ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് യഥാർത്ഥമായിട്ടുള്ള ഒരു സജ്ജനം, ഒരു ഭക്തന്റെ നിസ്സംഗമായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് ഉയർന്നു വരുന്നത് എന്ന് പറയാം. അതിനൊക്കെ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പതിവ് പോലെ നമുക്ക് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സകല ചരാചരങ്ങൾക്കും അമംഗളങ്ങളൊക്കെ മാറി ശാന്തി സമാധാനം ഉണ്ടാവട്ടെ. കണ്ണു കാണാൻ മേലാത്തവര്, കാത് കേൾക്കാൻ വയ്യാത്തവര്, സംസാരിക്കാൻ സാധിക്കാത്തവര്, പല തരത്തിലുള്ള ദുഃഖങ്ങള്, അച്ഛനമ്മമാർക്ക് മക്കളുടെ അല്ലെ അനുഗ്രഹം അല്ലെങ്കിൽ ബഹുമാനം കിട്ടായില്ല, മക്കൾക്ക് അച്ഛനമ്മമാരുടെ ലാളന കിട്ടായില്ല, ദമ്പതിമാരില് പരസ്പരമായിട്ടുള്ള ഒരു ബഹുമാനം അല്ലെങ്കിൽ പരസ്പര സ്നേഹം, ഇതെല്ലാം ഇന്ന് ലോകത്തിന്റെ ദുഃഖമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ, ഞങ്ങള് ഇതാ ഈ ചെറിയ പ്രാർത്ഥനയിലൂടെ അവിടത്തേക്ക് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് മുഴുവൻ ശാന്തി നൽകണേന്ന് ഉള്ള ആ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ഒരു ഭാവം വെച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ആ ജ്വരസ്തുതി ചൊല്ലി ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം. ജ്വര ഉവാചാം നമാമി ത്വാനന്ദ ശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തി സ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണാത്മാ വികാര സംഘാതോ ബീജരോഹ പ്രവാഹസ്വന്മായേഷ സംനിഷേധം പ്രപദ്യേ നാനാഭാവീൽ ലീലൈവോപപന്നൈർദേവാൻ സാധുനാഗസേതും വിഭർഷി സംസ്യോമാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തെ ഭാരഹാരായ ഭൂമേഃ സപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോർഗേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ